നമസ്കാരം. മലയാളി പെൺകുട്ടിയെ തമിഴ്നാട്ടിൽ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പൊള്ളാച്ചി വടുകപ്പാളയത്താണ് സംഭവം. മലയാളി വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ കയറി യുവാവ് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. പൊന്മുത്ത് നഗറിലെ മലയാളി കുടുംബത്തിലെ കണ്ണന്റെ മകൾ 19-കാരിയായ അശ്വികയാണ് കൊല്ലപ്പെട്ടത്. പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയ യുവാവിനെ അറസ്റ്റ് ചെയ്തു. ഉദുമൽപേട്ട റോഡ് അണ്ണാനഗർ സ്വദേശിയും സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരനുമായ പ്രവീൺ കുമാറാണ് അറസ്റ്റിലായത്. കോയമ്പത്തൂരിലെ സ്വകാര്യ കോളേജിലെ 2ാം വർഷ BSc കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനിയാണ് കൊല്ലപ്പെട്ട അശ്വിക. മാതാപിതാക്കൾ ജോലിക്ക് പോയ സമയത്താണ് പ്രവീൺ പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്നത്. നേരത്തെ പ്രവീൺ കുടുംബത്തോടൊപ്പം വടുകപ്പാളയത്തിൽ താമസിച്ചിരുന്നു. അവിടെ വെച്ച് 2 വർഷം മുമ്പ് അശ്വികയുമായി പ്രണയത്തിലായിരുന്നുവെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത്. തുടർന്ന് ഇരുവരുടെയും വീട്ടുകാർ ഇവരുടെ വിവാഹം നടത്താനും തീരുമാനിച്ചിരുന്നു. എന്നാൽ അശ്വിക ആൺകുട്ടികളുമായി അടുത്തിടപഴകുന്നത് പ്രവീണിന് ഇഷ്ടമായിരുന്നില്ല. ഇക്കാര്യത്തിൽ ഇരുവരും തമ്മിൽ തർക്കങ്ങളും പതിവായിരുന്നു. കോളേജ് സുഹൃത്തുക്കളുമൊത്തുള്ള ഫോട്ടോകൾ അശ്വിക വാട്സപ്പ് സ്റ്റാറ്റസായി പോസ്റ്റ് ചെയ്യുമായിരുന്നു. ഇങ്ങനെ ചെയ്യരുതെന്ന് പ്രവീൺ അശ്വികയെ ഉപദേശിച്ചു. എന്നാൽ പെൺകുട്ടി അതിന് തയ്യാറായില്ല. മാത്രമല്ല പോസ്റ്റ് ചെയ്യുന്നത് തുടരുകയും ചെയ്തു. 2 മാസം മുൻപ് പെൺകുട്ടി അടുത്ത ബന്ധുവുമായെത്തുള്ള ചിത്രം സ്റ്റാറ്റസായി പോസ്റ്റ് ചെയ്തു. ഇതിൽ പ്രകോപിതനായ പ്രവീൺ പെൺകുട്ടിയുടെ മാതാപിതാക്കളോട് ഇക്കാര്യത്തിൽ പരാതി പറഞ്ഞു. എന്നാൽ മകളെ സംശയിക്കുന്നതും മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നും മനസ്സിലാക്കിയ മാതാപിതാക്കൾ പ്രവീണിനോട് ബന്ധം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് 2 മാസം മുമ്പ് ആ ബന്ധം അവസാനിപ്പിച്ചു. ഇതിനിടെ ഏറ്റവും വെറുക്കപ്പെട്ട വ്യക്തി എന്ന അടിക്കുറിപ്പോടെ അശ്വിക തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു ആനിമേറ്റഡ് ഫോട്ടോ പോസ്റ്റ് ചെയ്തു. തിങ്കളാഴ്ച അത് തന്റെ വാട്സപ്പ് സ്റ്റാറ്റസായി സൂക്ഷിക്കുകയും ചെയ്തു. ഫോട്ടോ കണ്ട് പ്രവീൺ കുമാർ രോഷാകുലനായി. തുടർന്ന് പ്രവീൺ പെൺകുട്ടി തനിച്ചായിരുന്നപ്പോൾ വീട്ടിലെത്തി വാക്കുതർക്കത്തിലേർപ്പെട്ടു. തർക്കത്തിനൊടുവിൽ പേനാക്കത്തി ഉപയോഗിച്ച് പ്രവീൺ അശ്വികയുടെ കഴുത്തിൽ കുത്തി. പേനാക്കത്തി പൊട്ടിയപ്പോൾ അടുക്കളയിൽ നിന്നെടുത്ത കത്തി ഉപയോഗിച്ച് ശരീരത്തിൽ 3 ഇടങ്ങളിലായി കുത്തി. തുടർന്ന് പ്രതി വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. ഉച്ചയ്ക്ക് 12:30 വീട്ടിൽ തിരിച്ചെത്തിയ അശ്വികയുടെ പിതാവ് കണ്ണൻ രക്തം വാർന്ന അബോധാവസ്ഥയിൽ കിടക്കുന്ന മകളെയാണ് കണ്ടത്. ഉടൻ തന്നെ പൊള്ളാച്ചി ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രവീണിനെ റിമാൻഡ് ചെയ്തു.